CPIM മറ്റു പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. പാർട്ടിയുടെ സമ്മേളനം ചേരുന്നത് പ്രകടനം, പൊതുസമ്മേളനം, പുതിയ പാർട്ടി കമ്മിറ്റിയെ തിരഞ്ഞെടുക്കൽ, സെക്രട്ടറിയെ തിരഞ്ഞെടുക്കൽ എന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല. ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി വലിയ രാഷ്ട്രീയ പ്രവർത്തനമാണ് ഈ ജില്ലയിലെ പാർട്ടിയും സംഘാടക സമിതിയും നിർവഹിച്ചത്. ഒരു ബഹുജന വിദ്യാഭ്യാസ പഠന പരിപാടി തന്നെ ഇതിൻ്റെ ഭാഗമായി നടന്നിട്ടുണ്ട്. ഈ സമ്മേളനത്തിൻ്റെ സംഘാടനം തന്നെ വ്യത്യസ്തമായിരുന്നു. മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അധ്യക്ഷനായ കേന്ദ്ര സ്വാഗത സംഘത്തിന് പുറമെ എല്ലാ ഏറികളിലും സംഘാടക സമിതി ഉണ്ടാക്കി. ലോക്കൽ അടിസ്ഥാനത്തിൽ സംഘാടക സമിതി രൂപീകരിച്ചു. ബ്രാഞ്ചുകളിൽ സംഘാടക സമിതി ജനങ്ങൾ രൂപീകരിച്ച് പ്രവർത്തിച്ചു. അങ്ങനെ 4500-ലേറെ സംഘാടക സമിതികളാണ് ഇതിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചത്. ഈ ജില്ലയിൽ എവിടെ സഞ്ചരിച്ച് നോക്കിയാലും, ഏത് ഉൾപ്രദേശത്ത് നിങ്ങൾ പോയാലും ഈ സമ്മേളനത്തിൻ്റെ സന്ദേശം വിളിച്ചു പറയുന്നതാണ് നാം കണ്ടുകൊണ്ടിരുന്നത്. എല്ലാ സ്ഥലത്തും സംഘാടക സമിതി ഓഫീസിലും അവിടെ ജനങ്ങൾ സംഘടിക്കൽ, ഇങ്ങനെ പുതുമയാർന്ന നിലയിലുള്ള പ്രവർത്തനമാണ് ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഇവിടെ സംഘടിപ്പിച്ചത്. സമ്മേളന നടത്തിപ്പിനാവശ്യമായ തുക ഈ ജില്ലയിലെ ജനങ്ങളാണ് പാർട്ടിക്ക് നൽകിയിട്ടുള്ളത്. തൊഴിലാളികൾ അവരുടെ ഒരു മാസത്തെ വേതനത്തിൽ 10% ഈ സംഘാടക സമിതിയുടെ പ്രവർത്തനത്തിന് വേണ്ടി നൽകി. ഓരോ ബ്രാഞ്ചുകളും നിശ്ചയിച്ച തുക സംഘാടക സമിതിയെ ഏൽപ്പിച്ചു. പാർട്ടി മെമ്പർമാർ അവരുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം സംഭാവന നൽകി. ബക്കറ്റ് കലക്ഷൻ വഴി 2 ദിവസം നടത്തിയ പ്രവർത്തനത്തിൽ കൂടിയാണ് ഈ സമ്മേളന നടത്തിപ്പിന് ആവശ്യമായ തുക സമാഹരിക്കാൻ സാധിച്ചത്. ഫലത്തിൽ ഈ സമ്മേളനം ജനങ്ങൾ ഏറ്റെടുത്ത ഒരു സമ്മേളനമായിരുന്നു. വിവിധ ഏരിയകളിൽ സംഘടിപ്പിച്ച സെമിനാറുകൾ സാർവദേശീയ, ദേശീയ, കേരള സംഭവങ്ങൾ വിശദമായ സംവാദത്തിന് വിധേയമാക്കിയ സെമിനാറുകളായിരുന്നു. ഓരോ സെമിനാറുകളിലും ആയിരക്കണക്കിന് ജനങ്ങൾ പങ്കെടുത്ത സെമിനാറുകളായിരുന്നു. പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ച് ശാസ്ത്രമേള ഇത്തവണ സംഘടിപ്പിച്ചു. ധർമ്മശാലയിൽ യുക്തിചിന്തയും ശാസ്ത്രബോധവും ചരിത്രബോധവുമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് CPIM പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഒരു തുടക്കമാണ് സംഘടിപ്പിച്ച ശാസ്ത്രമേള. ഇതെല്ലാം പുതുമയാർന്ന പരിപാടികളിൽ കൂടി വൻതോതിൽ ജനങ്ങളെ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി രംഗത്തിറക്കാൻ സാധിച്ചു. മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയും ജനാധിപത്യത്തിനു വേണ്ടിയും പ്രവർത്തിക്കുന്ന പാർട്ടി CPM ആണ് എന്ന് മനസ്സിലാക്കുന്ന ജനങ്ങൾ അവരുടെ പ്രസ്ഥാനമായി ഈ പാർട്ടിയെ ഉൾക്കൊള്ളുകയാണ്. ഇന്ന് ഈ വളണ്ടിയർ മാർച്ച് കടന്നു വരുന്നതിന് മുമ്പ് തുറന്ന വാഹനത്തിൽ സഞ്ചരിച്ചപ്പോൾ
ഓരോ സ്ഥലത്തും കൂടിയ വമ്പിച്ച ജനങ്ങൾ, അവരിൽ കണ്ട ആവേശം, ഈ പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി, ഈ പാർട്ടി ഞങ്ങളെ രക്ഷിക്കും എന്താണ് അവരുടെ മുഖത്ത് പ്രകടമായി കണ്ട വികാരം. ഇതാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി. ഈ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം CPIM വളർന്നത് എതിർപ്പുകളെ അതിജീവിച്ചുകൊണ്ടാണ്. 171 സഖാക്കൾ കണ്ണൂർ ജില്ലയിൽ മാത്രം ഇതിനകം രക്തസാക്ഷികളായി. RSS, BJP സംഘം, കോൺഗ്രസ്, മുസ്ലിം ലീഗ്, STPI തുടങ്ങിയവരുടെ എല്ലാം ആക്രമണത്തിന് വിധേയമാകേണ്ടി വന്ന പാർട്ടിയാണ് CPIM. ഇന്നും ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ 700-ൽ പരം സഖാക്കളെയാണ് ഇങ്ങനെ കൊലപ്പെടുത്തിയിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ തലശ്ശേരിയിലെ ഹരിദാസൻ, RSSകാർ ആ മത്സ്യത്തൊഴിലാളിയെ വീട്ടുപറമ്പിലിട്ട് ഭാര്യയുടെയും കുട്ടികളുടെയും മുമ്പിലിട്ട് ഹരിദാസൻ്റെ കാല് വെട്ടിയെടുത്തു, മൃഗീയമായി കൊലപ്പെടുത്തി. ജനങ്ങളെ ഭയപ്പെടുത്താനാണ് ഇത്തരം കൊലപാതകം നടത്തുന്നത്. പക്ഷേ ഈ പാർട്ടിയെ ഭയപ്പെടുത്താൻ ഒരു ശക്തിക്കും സാധ്യമാവുകയില്ല എന്ന് തെളിയിച്ച ജില്ലയാണ് ഈ കണ്ണൂർ ജില്ല. എപ്പോഴെല്ലാം ആക്രമണം പാർട്ടിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം ഈ ജില്ലയിലെ ജനങ്ങളാണ് ഈ പാർട്ടിയെ രക്ഷിച്ചത്. ജനങ്ങളാണ് ഈ പാർട്ടിയുടെ ശക്തി. അതുകൊണ്ടാണ് CPMനെ തകർക്കാൻ മറ്റ് ശക്തികൾക്ക് സാധിക്കാത്തത്. ഇനിയും അവർക്ക് ഈ പാർട്ടിയെ തകർക്കാൻ സാധിക്കുകയില്ല എന്നതിൻ്റെ പ്രഖ്യാപനമാണ് ഇവിടെ നടക്കുന്ന ഈ മഹാറാലി. CPIM നേതൃത്വത്തിലുള്ള സർക്കാർ കേരളത്തിൽ വീണ്ടും അധികാരത്തിൽ വന്നൊരു സാഹചര്യത്തിലാണ് ഈ പാർട്ടി കോൺഗ്രസ് നമ്മൾ ഏറ്റെടുത്തത്. ഇത് കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ശത്രുവർഗം വളരെ സംഘടിതമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. തീവ്ര വലത് ശക്തികൾ നമുക്കെതിരായി പലയിടത്തും യോജിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. കുത്തക മാധ്യമങ്ങൾ ഒന്നിച്ചു ചേർന്ന് CPMനെതിരായും ഗവൺമെൻറ്റിനെതിരായും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രവർത്തനത്തെ അതിജീവിച്ചുകൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങളുടെ പിന്തുണ ഇടതുപക്ഷം നേടണം. അങ്ങനെ നമുക്ക് ഈ വെല്ലുവിളി അതിജീവിക്കണം. അതിന് നമുക്ക് സാധിക്കും. പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പാക്കും. നേരത്തെ 5 വർഷം ഭരിച്ചപ്പോൾ നൽകിയ വാഗ്ദാനങ്ങളിൽ 600 വാഗ്ദാനങ്ങളിൽ 20 എണ്ണം ഒഴിച്ച് നടപ്പാക്കിക്കൊണ്ടാണ് ഇലക്ഷനെ നേരിട്ടത്. അതാണ് ജനങ്ങൾ നമ്മളിൽ പ്രകടിപ്പിച്ച വിശ്വാസം. ഇപ്പോൾ LDF നൽകിയിട്ടുള്ള വാഗ്ദാനം അത് ഓരോന്നോരോന്നായി നടപ്പാക്കും. അതിന് ഇച്ഛാശക്തിയുള്ള സർക്കാരാണ് ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. കോവിഡ് വന്നപ്പോൾ രാജ്യം വിറങ്ങലിച്ചു നിന്നു. മഹാപ്രളയമുണ്ടായപ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് ആളുകൾ ചോദിച്ചു. ഈ 2 പ്രശ്നങ്ങളെ നേരിടുന്നതിൽ ഇടതുപക്ഷ സർക്കാർ കാണിച്ച ഇടപെടൽ, ജാഗ്രത, കരുതൽ ലോകത്തെമ്പാടുമുള്ള മലയാളികൾ കേരളത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ തുടങ്ങി. മുഖ്യമന്ത്രി ഓരോ ദിവസവും നടത്തിയ പത്രസമ്മേളനങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ വൈകുന്നേരം ജനങ്ങൾ കേട്ട് ഇങ്ങനെയാണ് ഒരു ഗവൺമെൻറ് പ്രവർത്തിക്കേണ്ടത് എന്ന് പറയുന്ന അവസ്ഥയുണ്ടായി. UDFൻ്റെ കാലത്ത് പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പാക്കുമായിരുന്നില്ല. അവർക്ക് അസാധ്യമെന്ന് പറഞ്ഞ് നടപ്പാക്കാൻ സാധിക്കാത്ത കാര്യം LDF നടപ്പാക്കി.
പിണറായി വിജയൻ സർക്കാർ ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യും എന്ന വിശ്വാസമാണ് ജനങ്ങളെ വീണ്ടും അധികാരത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ നൽകിയ വാഗ്ദാനങ്ങളിൽ ഈ രാജ്യത്തിൻ്റെ ഭാവി നവകേരളം സൃഷ്ടിക്കും എന്നുള്ളതാണ്. അതിന് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം, ഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കണം. 45 മീറ്റർ റോഡ് ഇവിടെ ഉണ്ടാകുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടോ? ഒന്നും നടക്കില്ല എന്നായിരുന്നു. എന്നാൽ തലപ്പാടി മുതൽ കളിയിക്കാവില വരെ പ്രവർത്തനം തുടങ്ങിയില്ലേ? 2 വർഷം കൊണ്ട് നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിൽ ഏറ്റവും സൗകര്യമുള്ള ഒരു റോഡ് വന്നാൽ അതിൻ്റെ നേട്ടം ആർക്കായിരിക്കും? ഈ കേരളം മാറും, ഈ കേരളത്തെ മാറ്റും. അത് ദൃഢപ്രതിജ്ഞ എടുത്ത് പ്രവർത്തിക്കുന്ന സർക്കാരും ഒരു മുന്നണിയും പാർട്ടിയുമാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. ഇപ്പോൾ എല്ലാവരും കൂടി കേന്ദ്രീകരിച്ചിട്ടുള്ളത് ഗവൺമെൻറ് പ്രഖ്യാപിച്ച സിൽവർ ലൈൻ പദ്ധതി അത് നടപ്പാക്കാൻ അനുവദിക്കില്ലെന്നാണ്. എത്ര വാശിയാണ് അവർക്ക്! ഇത് കേരളത്തിൻ്റെ ഭാവിക്ക് അത്യന്താപേക്ഷിതമായൊരു കാര്യമാണ് എന്ന് എല്ലാവരും സമ്മതിക്കുന്നു. പക്ഷേ എതിർപ്പിന് കാരണം എന്താണ്? ഈ ഗവൺമെൻറ് പ്രവർത്തിക്കുന്ന കാലത്ത് ഇത് വേണ്ട. അവരുടെ കാലത്ത് ഹൈസ്പീഡാണ് പ്രഖ്യാപിച്ചത്, അതവർക്ക് നടപ്പാക്കാൻ കഴിഞ്ഞില്ല. നമ്മളതിന് പിന്തുണ കൊടുത്തു, ഇത് വരട്ടെ എന്ന് പറഞ്ഞു. ഇപ്പോൾ എതിർക്കുന്നതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമാണ്. BJPയും കോൺഗ്രസും ഒന്നിച്ചു ചേർന്ന് സമരം ചെയ്യുകയാണ്. ഒരു കോലീബി സഖ്യം വിപുലമായ രൂപത്തിലൂടെ പ്രവർത്തിക്കുകയാണ്. ഇത് നമ്മുടെ ഗവൺമെൻറ്റിനെ തകർക്കാനാണ്. ഇവരുടെ പ്രചരണം കേട്ടാൽ തോന്നും കേരളത്തിലെ ഭൂമി ആകെ എടുക്കാൻ പോവുകയാണെന്ന്. സഖാക്കളെ, 1383 ഹെക്ടർ ഭൂമി മാത്രമാണ് ഇതിനു വേണ്ടി എടുക്കാൻ പോകുന്നത്. ആ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് ഭൂമി വിട്ടുകൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, അവരുടെ കൂടെ സർക്കാർ ഉണ്ടാകും, പാർട്ടി ഉണ്ടാകും, LDF ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചു. അതുകൊണ്ട് അവരെ ഇളക്കിവിട്ട് ഈ പദ്ധതി അട്ടിമറിക്കാം എന്നവർ കരുതരുത്. ഇവിടെ അംബാനിയോ അദാനിയോ ടാറ്റയോ ആണ് ഒരു സ്വകാര്യ റെയിൽവേ ലൈൻ സ്ഥാപിക്കുന്നതെങ്കിൽ ഇവരെല്ലാം അതിനെ പിന്തുണക്കുമായിരുന്നു. കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ 400 റെയിൽവേ സ്റ്റേഷനുകളാണ് വിൽക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. 90 പാസഞ്ചർ ട്രെയിനുകൾ വിൽക്കുകയാണ് BJP. 1400 കിലോമീറ്റർ ട്രാക്കാണ്, റെയിൽവേ ട്രാക്കാണ് വിൽപ്പനക്ക് വെച്ചിരിക്കുന്നത്. ഗുഡ് ഷെഡുകൾ വരെ വിൽക്കുന്നു. എല്ലാം സ്വകാര്യവൽക്കരിക്കുന്നു. ഇവിടെ പൊതുമേഖലയിൽ ഒരു റെയിൽവേ ലൈൻ വരുമ്പോൾ അതിനെ എതിർക്കുന്നു. ഇവർ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഇതിനെ എതിർക്കുന്നത്. അതുകൊണ്ട് ഇത് തുറന്നു കാണിച്ച് നമുക്ക് ഈ പദ്ധതി നടപ്പാക്കണം. ഇതിനെതിരായി വരുന്ന കാര്യം ജനങ്ങളുടെ അടുത്ത് പോയി വിശദീകരിച്ച്, തെറ്റിദ്ധാരണ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തെറ്റിദ്ധാരണ മാറ്റിക്കൊടുക്കണം. അതിന് പാർട്ടി പ്രവർത്തകന്മാർ ഈ സമ്മേളനത്തിന് ശേഷം സജീവമായി രംഗത്തിറങ്ങണം. കേരളത്തിലെ ജനങ്ങൾ മഹാഭൂരിപക്ഷം ഈ പദ്ധതിക്ക് അനുകൂലമാണ്. അവരെ അണിനിരത്തിക്കൊണ്ട് ഈ പദ്ധതി നടപ്പാക്കാൻ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ഈ കേരളത്തിൽ ചെയ്യും എന്ന് അവർ മനസ്സിലാക്കുന്നതാണ് നല്ലത്. അവർ ഒറ്റപ്പെടും. അവരെ കൂടെ നിൽക്കുന്നവർ തന്നെ ഈ പദ്ധതിയെ അനുകൂലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടല്ലേ ഇന്നലെ ഇവിടെ പ്രൊഫസർ KV തോമസ് അദ്ദേഹം വന്ന് പറഞ്ഞില്ലേ, ഈ പദ്ധതി വേണം. ഇതാണ് നാട്ടിൽ ഉയർന്നു വരുന്ന വികാരം. അതുകൊണ്ട് നാനാവിധമായ പ്രവർത്തനങ്ങൾ പാർട്ടി ഏറ്റെടുക്കേണ്ടുന്ന സന്ദർഭത്തിലാണ് ഈ പാർട്ടി കോൺഗ്രസ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇവിടെ ഈ റാലിയിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും സ്റ്റേഡിയത്തിലെത്താൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല.
ധാരാളം പേർ ഇവിടെ ഉള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ പുറത്ത് നിൽക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ആളുകളാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് പുറത്ത് അത് കേൾക്കാൻ ഉള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തതുകൊണ്ട് പരമാവധി എല്ലാവരും ഇതുമായി സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് പാർട്ടിയുടെ ഇന്ത്യയിലെ സമ്പന്നതരായ നേതാക്കന്മാരാണ് ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് CPM-ൻ്റെ ജനറൽ സെക്രട്ടറിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട സഖാവ് സീതാറാം യെച്ചൂരിയാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. സ്വാഗത സംഘത്തിന് വേണ്ടി സഖാവ് സീതാറാം യെച്ചൂരിയെ ഞാൻ ഈ സന്ദർഭത്തിൽ സ്വാഗതം ചെയ്യും. ഈ മഹാസമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് സ്വാഗത സംഘത്തിലെ ചെയർമാനും നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിയുമായ സഖാവ് പിണറായി വിജയനാണ്. സഖാവിനെ സ്വാഗത സംഘത്തിന് വേണ്ടി ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. ഈ സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് വൃന്ദ കാരാട്ട് ഇവിടെ ഉണ്ട്. അവർ ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. ദീർഘകാലം ത്രിപുരയുടെ മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ച നമ്മുടെ എല്ലാം ബഹുമാനനായ സഖാവ് മണിക് സർക്കാർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. പശ്ചിമ ബംഗാളിലെ പാർട്ടി സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട സഖാവ് മുഹമ്മദ് സലീം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. ഇന്ന് സമ്മേളനം തിരഞ്ഞെടുത്തിരിക്കുന്നത് 17 പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെയാണ്. ആ 17 പേരും ഇവിടെ വന്നിട്ടുണ്ട്. 17 പേരും പ്രസംഗിക്കാൻ തുടങ്ങിയാൽ നമുക്ക് രാവിലെ വരെ പിരിയാൻ സാധിക്കാത്ത അവസ്ഥയായിപ്പോൾ. അതുകൊണ്ട് എല്ലാവരും ഈ സമ്മേളനത്തിൽ പ്രസംഗിക്കുന്നില്ല. പ്രസംഗിക്കാൻ നിശ്ചയിച്ചിട്ടുള്ള എല്ലാവരുടെയും പ്രസംഗം കേട്ട് മാത്രമേ എല്ലാവരും പിരിയാൻ പാടുള്ളൂ. ഇത് ഏറ്റവും വലിയ രാഷ്ട്രീയ സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. ഈ സമ്മേളനത്തിൻ്റെ വിജയത്തിന് വേണ്ടി സഹകരിച്ച എല്ലാവരോടും ഈ സന്ദർഭത്തിൽ സ്വാഗത സംഘത്തിന് വേണ്ടി നന്ദി പറയുകയാണ്. വിവിധ രീതിയിൽ ഈ സമ്മേളനത്തെ സഹായിക്കും. മാധ്യമങ്ങളോട് ഒരു വാക്ക്, നിങ്ങൾ പലതും എഴുതി, ചിലവരെ എഴുതി ആദ്യം മുതലേ തുടങ്ങി ഈ പാർട്ടി കോൺഗ്രസിൽ 2 ചേരിയായിരിക്കും. ബംഗാൾ ഒരു ചേരി, കേരളം വേറെ ചേരി. ചേരി എവിടെ? CPM ഒറ്റക്കെട്ടായി എല്ലാ തീരുമാനമെടുക്കാൻ സാധിക്കുന്ന പാർട്ടിയാണ് എന്ന് ഈ സമ്മേളനം തെളിയിച്ചില്ലേ? പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിച്ച രാഷ്ട്രീയ പ്രമേയം സമ്മേളനം പാസാക്കി, ഒരു തർക്കവും ഉണ്ടായില്ലല്ലോ. പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിച്ച രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ട് സമ്മേളനം പാസാക്കി. വിവിധ ചർച്ചകൾ നടന്നു, സമ്മേളനം അത് പാസാക്കിയില്ലേ? ചർച്ചകൾ നടത്താനാണ് സമ്മേളനം ചേരുന്നത്. ആ ചർച്ചകൾക്ക് ശേഷം ഐക്യേണ്ടതിന് തീരുമാനമെടുത്ത് അത്തരം കാര്യങ്ങൾക്ക് വ്യക്തതയുണ്ടാക്കാൻ ഈ സമ്മേളനത്തിൽ സാധിച്ചു എന്നത് 23ാം പാർട്ടി കോൺഗ്രസിൻ്റെ പ്രത്യേകതയാണ്. മാധ്യമങ്ങൾ വിചാരിച്ച ഒരു കാര്യവും അവരുദ്ദേശിച്ചതുപോലെ ഇവിടെ നടന്നിട്ടില്ല എന്നവരെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കേരളത്തിലെ ചില മലയാള മാധ്യമങ്ങൾക്ക് ചില സൂക്കുകളുണ്ട്. ആ സൂക്കേട് അടുത്ത കാലത്തൊന്നും മാറാൻ പോകുന്നില്ല. അവരുള്ളിടത്തോളം കാലം അത് തുടരുകയും ചെയ്യും. പക്ഷേ അവരോടൊക്കെ പറയാനുള്ളത്, നിങ്ങളിങ്ങനെ ഞങ്ങൾക്കെതിരായി എഴുതുന്നതിനനുസരിച്ച് എതിരായിട്ട് എഴുതുമ്പോൾ ഞങ്ങൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കും. അതാണ് ഈ കേരളത്തിൽ കാണുന്ന അനുഭവം. നിങ്ങളുടെ പ്രചാരവേലയല്ല കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നത്. ഇക്കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് 40 സീറ്റ് കിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? UDF-ന് 100 സീറ്റ് പ്രവചിച്ചില്ലേ? കിട്ടിയോ? BJP-ക്ക് 35 പറഞ്ഞവരില്ലേ? കിട്ടിയോ? അതുകൊണ്ട് ഈ മാധ്യമങ്ങളുടെ എഴുത്തിൻ്റെ പിന്നിലല്ല ഈ കേരളത്തിലെ ജനങ്ങൾ പോകുന്നത് എന്നത് ഇപ്പോൾ വ്യക്തമായില്ലേ? അതുകൊണ്ട് നിങ്ങൾ ഇനിയും എഴുതണം. നിങ്ങൾ എഴുതുന്നതിനനുസരിച്ച് ഞങ്ങൾ ശക്തിപ്പെട്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് മാധ്യമ പ്രചാരവേലയ്ക്ക് വിധേയമാകാൻ അല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്.
ഞങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ആ ജനങ്ങളാണ് ഈ സമ്മേളനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. അവരാണ് ഈ സമ്മേളനത്തിൻ്റെ വിജയം നിശ്ചയിച്ചിട്ടുള്ളത്. എന്ത് ഈ സമ്മേളനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ പങ്കെടുത്ത എല്ലാ നേതാക്കന്മാരെയും, പോളിറ്റ് ബ്യൂറോ മെമ്പർമാരെയും, നമ്മുടെ ബഹുമാന്യായ മറ്റ് നേതാക്കന്മാർ, സഖാവ് SRP ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഈ സ്റ്റേജിലുണ്ട്. സഖാവ് ഭീമൻ ബാസു ഉണ്ട്. ഇങ്ങനെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കന്മാരും ഇന്നിവിടെ പങ്കെടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ രാജ്യം അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെയെല്ലാം കാണാനും ഇവിടെ ഒരു അവസരം കൂടിയായി ഇത് നമുക്ക് മാറ്റാൻ സാധിച്ചു. സഖാക്കളെ ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. മറ്റുള്ളവരെല്ലാം ഇവിടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ വേണ്ടി സ്റ്റേജിലിരിക്കുകയാണ്. ഈ സമ്മേളനം വിജയിപ്പിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഈ സമ്മേളനത്തിന് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ മഹാസമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കാൻ സഖാവ് പിണറായി വിജയനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അഭിവാദ്യങ്ങൾ.